നമസ്കാരം. മൺസൂൺ മീഡിയയുടെ സിനിമാ റിവ്യൂകൾ കാണുന്ന പ്രേക്ഷകർ നമ്മുടെ വാക്കുകൾ മുൻപിലേക്ക് എടുത്ത് തന്നെ സിനിമയ്ക്ക് പോകുന്നതായിട്ട് അറിയാം. അവരിൽ പലരും നേരിട്ടും മെസ്സേജ് അയച്ചും ഫോൺ വിളിച്ചും ഒക്കെ യോജിപ്പുകളും വിയോജിപ്പുകളും പറയുന്നുണ്ട്. വലിയ സന്തോഷം തന്നെയാണ്, ഒരു തർക്കവുമില്ല. പ്രേക്ഷകർ നമ്മുടെ വാക്കുകൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം കുറച്ച് കൂടുന്നുണ്ടല്ലേ. കുറച്ചുകൂടി വിശദമായി തന്നെ ഇനി മുതൽ സിനിമയെപ്പറ്റി സംസാരിക്കാമെന്ന് വരുന്നു. എല്ലാവർക്കും ഇന്നത്തെ സിനിമാ വർത്തമാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ശ്രീനിവാസൻ നായക കഥാപാത്രമായി വന്ന് സജിൻ ബാബു സംവിധാനം ചെയ്ത ചിത്രമാണ് അയാൾ ശശി. 2014 IFFKയിൽ രജത ചകോരം നേടിയ അസ്തമയം വരെ എന്ന ചിത്രത്തിന് ശേഷം സജിൻ ബാബു സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് അയാൾ ശശി. ആദ്യ ചിത്രം ഒരു ഫെസ്റ്റിവൽ കേന്ദ്രീകൃത സിനിമയായതിനാൽ തന്നെ തിയേറ്റർ കാഴ്ചകളിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതാണ്. പക്ഷേ രണ്ടാമത്തെ ചിത്രത്തിലെത്തുമ്പോഴേക്കും എല്ലാ പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ചയിലേക്കും കഥാപാത്രങ്ങളിലേക്കും ക്യാമറ കൊണ്ടുപോകുന്നുണ്ട് സജിൻ. അയാൾ ശശിയിലെ ശശി എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രീനിവാസനാണ്. ശശി എന്ന കഥാപാത്രത്തിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെയാണ് ഈ സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത്. രാജേഷ് ശർമ്മ, ശ്രീകുമാർ, അനിൽ നെടുമങ്ങാട്, ദിവ്യ ഗോപിനാഥ്, കൊച്ചുപ്രേമൻ തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത്. ശശിയിൽ തുടങ്ങി ശശിയിൽ തന്നെ അവസാനിക്കുന്ന കാഴ്ചയാണ് അയാൾ ശശി. അതിനിടയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വരുന്ന കഥാപാത്രങ്ങളാണ് ബാക്കി എല്ലാവരും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതായ കാഴ്ചകളിലേക്ക് തന്നെയാണ് ശശിയും കഥ പറയുന്നത്. സിനിമയുടെ യാത്രയിൽ സംഭവിക്കുന്ന ആകസ്മികതകളിലൊക്കെ പഴയ കാലത്തേക്ക് കഥയുമായി കടന്നു ചെല്ലാൻ അവസരമുള്ളപ്പോൾ തന്നെ അതിനു മുതിരാതെ വർത്തമാനത്തെ തന്നെ വീണ്ടെടുക്കുന്നുണ്ട് സംവിധായകൻ. കഥാപാത്രങ്ങൾ ആരുടെയും പഴയ കാലത്തിലേക്ക് ചികയുന്നില്ല. സുഹൃത്തുക്കളുടെ ചോദ്യങ്ങൾക്കിടയിൽ ശശി മാത്രമാണ് പഴയതിനെക്കുറിച്ച് പറയുന്നത്. കൃത്യമായ സ്പേസിലേക്ക് ചേർക്കപ്പെട്ട അഭിനേതാക്കൾ സിനിമയുടെ നല്ല വശങ്ങളിൽ ഒന്നാണ്. അടുത്ത കാലത്തൊന്നും മികച്ച വേഷങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെടാതെ പോയ ശ്രീനിവാസന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ഒന്നു തന്നെയായിരിക്കും ശശി. മറ്റൊരാളിലേക്ക് പകർത്തി വയ്ക്കാനുള്ള ചിന്തകൾ തരാതെ തന്നെ ശശി സ്ക്രീനിൽ നിറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സാംസ്കാരിക കൂട്ടായ്മകളും വെള്ളമടി പാർട്ടികളും ഒക്കെ പശ്ചാത്തലമായാണ് കഥ മുന്നോട്ട് പോകുന്നത്. ചിത്രത്തിന്റെ സംഗീതം ബേസിൽ, ഛായാഗ്രഹണം പപ്പു എന്നിവരാണ് കൈകാര്യം ചെയ്തത്. അവതരണത്തോട് പൂർണ്ണമായി നീതി പുലർത്തിയെങ്കിലും ടെക്നിക്കലി വളരെ മികച്ചു നിൽക്കുന്ന ഒരു സിനിമയല്ല അയാൾ ശശി. സിങ്ക് സൗണ്ടാണ് സിനിമയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ലെങ്തി ഷോട്ടുകളിലെ ക്യാമറ കാഴ്ചകൾ ചില സമയത്ത് സുഖകരമല്ലെങ്കിൽ കൂടിയും പശ്ചാത്തല സംഗീതം കൃത്യമായി തന്നെ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തുകാർക്ക് കൃത്യമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് സിനിമ കഥ പറയുന്നത്. വെള്ളമടി പാർട്ടികൾ സിനിമയിൽ അല്പം കൂടിപ്പോയോ എന്നും സംശയം. പൂർണ്ണമായി അവതരണത്തിൽ കളം മാറ്റി ചവിട്ടുന്ന സംവിധാനം സജിൻ ഇവിടെ പ്രാവർത്തികമാക്കിയെങ്കിലും അസ്തമയം വരെ എന്ന ചിത്രത്തിന്റെ ചില നേളുകളും മറ്റു ചിലപ്പോൾ ജീവന്റെ അംശവും അയാൾ ശശിയിലും കാണാം. എങ്കിലും ആക്ഷേപഹാസ്യത്തെ പ്രേക്ഷകനുമായി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നിടത്ത് സജിൻ ബാബു എന്ന സംവിധായകൻ വിജയിക്കുന്നുമുണ്ട്. 1984 KG ജോർജിന്റെ സംവിധാനത്തിൽ വന്ന പഞ്ചവടിപ്പാലം പൊളിറ്റിക്കൽ സറ്റയർ എന്ന നിലയിൽ എക്കാലവും ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയാണ്. ആക്ഷേപഹാസ്യം എന്ന ലേബലിൽ വന്ന് പ്രേക്ഷകനോട് ഒരു തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോയ ഭാർഗവചരിതം 3-ാം ഖണ്ഡവും ഉട്ടോപ്പിയിലെ രാജാവും ബാക്കി വെച്ച സ്പേസിലേക്ക് ചങ്കൂറ്റത്തോടെ തന്നെ അയാൾ ശശിക്ക് നടന്നു കയറാൻ പറ്റുന്നുണ്ട്. കാണുന്നവന്റെ ജീവിതത്തോട് സംസാരിച്ച് തന്നെ പ്രേക്ഷകനോട് കൃത്യമായി സംവദിക്കുന്നുണ്ട്. ശശിയുടെ ജീവിതത്തിലെ യാത്രകളിൽ പലതും നമ്മുടെയൊക്കെ മുന്നിൽ കണ്ണാടികളാവുന്നുണ്ട്. ശശി എന്ന കഥാപാത്രത്തിലൂടെ മാത്രം സംവദിക്കാൻ ശ്രമിക്കുമ്പോൾ നായക കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് സിനിമയെ വളർത്തിയോണ്ടാവാമെന്ന് കരുതുന്നു. പൂർണ്ണമായി അറിഞ്ഞുകൂടാ. എങ്കിലും ഒരാൾക്കൂട്ടത്തിലെ 1000 ശശികൾക്കിടയിലും സിനിമയിൽ പ്രായോഗികതയുടെ ചുവട് പിടിച്ചാൽ ശശിയാവുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരും ഏറെയുണ്ട്. ആഖ്യാനത്തിലും അവതരണത്തിലും സിനിമ വളരെ സിമ്പിളാണ്. ചിന്തയുടെ ഗർത്തങ്ങളിലേക്ക് വീഴ്ത്താതെ തന്നെ പലതും കൃത്യമായി സംസാരിക്കുന്നുണ്ട്. എങ്കിലും ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ അസ്തമയം വരെ പറഞ്ഞ കാഴ്ചകളിലേക്ക് ചേക്കേറുന്നുണ്ട് സജിൻ. ചിലപ്പോൾ സംവിധായകൻ കാട് എന്നതിനെ അഭയത്തിന്റെ വലിയ സ്പേസ് ആണെന്ന് സമർത്ഥിക്കുകയാണ്. പൊട്ടിച്ചിരിച്ച് ആസ്വദിക്കേണ്ട ഒരു സിനിമയല്ല ഇത്. കറുത്ത ഹാസ്യമാണ്. ചിലപ്പോൾ ഉള്ളിൽ ചിരിച്ചാലും നമുക്ക് പുറമേ ചിരിക്കാൻ പറ്റാതെ വരും. സിനിമ മൊത്തത്തിൽ ഒരനുഭവമാകുന്നിടത്ത് അതൊരു മോചനമാവട്ടെ. കഥയുടെ ഒഴുക്കിൽ തന്നെ പരാമർശിക്കുന്ന പലതിലും വരുന്ന ഉപകഥകളിലൂടെ രാഷ്ട്രീയ ചിന്തകൾ പങ്കുവയ്ക്കാനുള്ള ശ്രമങ്ങളുണ്ടെങ്കിലും ചിലത് എങ്ങും എത്താതെ പോയിട്ടുമുണ്ട്. കോടികൾ വിലയുള്ള സിനിമകളുടെ രാഷ്ട്രീയവും ചിന്തയും ചർച്ച ചെയ്യുന്ന കാലത്ത് പലപ്പോഴും പ്രേക്ഷകർ കാണാതെ പോകുന്ന അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്ന ചെറിയ സിനിമകളുണ്ട്. കറുത്ത ഹാസ്യങ്ങൾക്ക് നമ്മൾ പിന്തുണ കൊടുക്കേണ്ടതുണ്ട്. ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള സിനിമയായി തോന്നുന്നില്ലെങ്കിലും സിനിമയെ സീരിയസ് ആയി കാണുന്നവർക്കും കോടികളുടെ കിളിക്കം കൊണ്ട് സുന്ദരമായ ഫ്രെയിമുകളില്ലാതെ തന്നെ സിനിമയെ കാണാം എന്നുള്ളവരോടും ഈ സിനിമ നഷ്ടമാവില്ല എന്ന് പറയുന്നു. തിയേറ്ററിൽ ഞാനും എൻ്റെ സുഹൃത്തും നന്നായി തന്നെ ആസ്വദിച്ച സിനിമയാണ്. ഈ സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് 7.5 ഔട്ട് ഓഫ് 10. സാധാരണ മറ്റു ഭാഷകളിലെ സിനിമാ റിവ്യൂകൾ ഞാൻ പറയാറില്ലെങ്കിലും സിനിമകളൊക്കെ കാണാറുണ്ട്, പ്രത്യേകിച്ച് ഹിന്ദി, തമിഴ് ചിത്രങ്ങളെല്ലാം തന്നെ. കഴിഞ്ഞ ആഴ്ച ശ്രീദേവി പ്രധാന കഥാപാത്രമായി വന്ന മോം തിയേറ്ററിൽ വന്നിരുന്നു. മലയാളത്തിൽ വന്ന പുതിയ നിയമം എന്ന ചിത്രത്തിന്റെ കഥയുമായി സാമ്യമുള്ളതാണെങ്കിലും പ്രേക്ഷകനെ വളരെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ആദ്യ പകുതി കഥ പറഞ്ഞിട്ടുണ്ട്. രണ്ടാം പകുതിയുടെ ആദ്യ ഭാഗങ്ങൾ കുറച്ച് ക്ലീശയാണെങ്കിലും പിന്നീട് ത്രില്ലറായി തന്നെ സിനിമ അവസാനിക്കുന്നുണ്ട്. നവാസുദ്ദീൻ സിദ്ദീഖും നല്ല കിടിലൻ റോളിലുണ്ട്. AR റഹ്മാന്റെ പശ്ചാത്തല സംഗീതവും കിടുവാണ്. ഈ ഒരു പശ്ചാത്തലമുള്ള സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കാണാം. ഇന്നത്തെ റിവ്യൂവിൽ കുറച്ചുകൂടി കാര്യമായി തന്നെ സിനിമയെ പറ്റി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. പുതിയ ചിത്രത്തിന് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.